ജ്യോതിഷമണ്ഡലത്തിലെ ഏറ്റവും പ്രഭാവമുള്ള നക്ഷത്രങ്ങളിലൊന്നാണ് പൂരം. ശുക്രനധിപനായ ചിങ്ങക്കൂറിൽ ജനിച്ച പൂരക്കാർ എന്നും രാജകീയതയുടെയും ആഡംബരത്തിന്റെയും പ്രതീകങ്ങളാണ്. സൗന്ദര്യം, കല, സാമ്പത്തിക സമൃദ്ധി എന്നിവയോടുള്ള ഇവരുടെ അഭിനിവേശം ജന്മസിദ്ധമാണ്. എന്നാൽ നാം 2026 ഏപ്രിൽ മാസത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പ്രപഞ്ചം പൂരക്കാർക്കായി കരുതി വച്ചിരിക്കുന്നത് സമ്മിശ്രമായ ഒരു വിരുന്നാണ്. മലയാളികൾക്ക് വിഷുവിന്റെയും പുതിയ പ്രതീക്ഷകളുടെയും മാസമാണ് ഏപ്രിൽ. മേടസൂര്യൻ ഉദിച്ചുയരുന്ന ഈ പുണ്യമാസത്തിൽ പൂരം നക്ഷത്രക്കാരുടെ സാമ്പത്തിക ഭാഗ്യനിർണയം എങ്ങനെയായിരിക്കുമെന്നത് ഏതൊരു ജ്യോതിഷ വിശ്വാസിയും കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണ്. 2026 ഏപ്രിൽ മാസം പൂരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്ധികാലമാണ്. ഒരു വശത്ത് കഷ്ടതകളുടെയും പരീക്ഷണങ്ങളുടെയും പ്രതീകമായ ശനി ഭഗവാൻ 8ാം ഭാവത്തിൽ തുടരുന്നു. മറുഭാഗത്ത് സകല സൗഭാഗ്യങ്ങളുടെയും ദാതാവായ വ്യാഴം 11ാം ഭാവമായ ലാഭസ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. ഈ രണ്ട് പ്രബല ഗ്രഹങ്ങളുടെ പോരാട്ടത്തിനിടയിൽ പൂരക്കാരുടെ സാമ്പത്തിക സ്ഥിതി ശോഭനമാകുമോ എന്നതാണ് ഈ വിശകലനത്തിന്റെ കാതൽ. ശനി തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ വ്യാഴം ഒരു രക്ഷാ കവചമായി മാറുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ഈ മാസത്തെ സവിശേഷമാക്കുന്നത്. പൂരം നക്ഷത്രക്കാർ പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ഉദാരമതികളാണ്. കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് നൽകാനും സുഖസൗകര്യങ്ങൾക്കായി പണം ചെലവഴിക്കാനും ഇവർക്ക് മടിയില്ല. എന്നാൽ 2026 ഏപ്രിലിൽ ഈ ലിബറൽ സമീപനം മാറ്റിപ്പിടിക്കേണ്ടി വരും. കാരണം സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ പൂരക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുമെങ്കിലും സാമ്പത്തിക വിവേകം കൈവിട്ടാൽ അഷ്ടമശനി കടുത്ത പാഠങ്ങൾ പഠിപ്പിക്കും. വരുമാനത്തിന്റെ സ്രോതസ്സുകൾ വർദ്ധിക്കാനുള്ള സാധ്യത ലാഭസ്ഥാനത്തെ വ്യാഴം നൽകുന്നുണ്ട്. ഇതൊരു നിഗൂഢമായ അവസ്ഥയാണ്. പണം വരുന്നുണ്ട്, പക്ഷെ അതെങ്ങോട്ടാണ് ഒഴുകി പോകുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം. ഈ മാസം വിഷുക്കണി കാണുമ്പോൾ പൂരം നക്ഷത്രക്കാർ കേവലം ഐശ്വര്യത്തിനു വേണ്ടി മാത്രമല്ല, സാമ്പത്തികമായ അച്ചടക്കത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആഡംബരപ്രിയരായ ഇവർക്ക് പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാഹനങ്ങളും വാങ്ങാൻ ഈ മാസം പ്രലോഭനമുണ്ടാകും. എന്നാൽ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക എന്ന തത്വമാണ് 2026 ഏപ്രിലിൽ ഇവരോട് ആവശ്യപ്പെടുന്നത്. ബിസിനസ്സുകാർക്ക് പുതിയ വിപണികൾ തുറക്കപ്പെടുമ്പോൾ ശമ്പളക്കാർക്ക് പ്രൊമോഷന്റെ വാതിലുകൾ തട്ടിവിളിക്കുന്ന സമയമാണിത്. എങ്കിലും ഓരോ ചുവടുവെപ്പിലും ജാഗ്രതയുടെ ഒരു കരുതൽ കൂടെയുണ്ടെങ്കിൽ മാത്രമേ ഈ വിഷുക്കാലം പൂരക്കാർക്ക് യഥാർത്ഥ കൈനീട്ടം നൽകുകയുള്ളൂ. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് തൊഴിൽ, ബിസിനസ്, നിക്ഷേപം, കുടുംബം, ആരോഗ്യം എന്നിങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ 2026 ഏപ്രിൽ മാസം പൂരക്കാർക്ക് നൽകുന്ന സാമ്പത്തിക അനുഗ്രഹങ്ങളും തിരിച്ചടികളുമാണ്. കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കുമോ? പുതിയ വീടെന്ന സ്വപ്നം സഫലമാകുമോ? വിദേശത്ത് നിന്നും പണം ഒഴുകിയെത്തുമോ? ഇത്തരം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള കൃത്യമായ ജ്യോതിഷപരമായ ഉത്തരങ്ങൾ വരും ഭാഗങ്ങളിൽ വിശദമായി പ്രതിപാദിക്കുന്നു. നക്ഷത്രങ്ങളുടെ ഗതിവിഗതികൾ മനസ്സിലാക്കി മുൻകൂട്ടി തയ്യാറെടുത്താൽ ഏതൊരു പ്രതിസന്ധിയെയും സാമ്പത്തിക വിജയമാക്കി മാറ്റാൻ പൂരക്കാർക്ക് സാധിക്കും. പൂരം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഈ മാസം വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഏപ്രിൽ 2ാം പകുതിയോടെ അനുകൂലമായ വാർത്തകൾ ലഭിക്കാം. മുടങ്ങിക്കിടന്ന കുടിശ്ശികയോ ബോണസോ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മേലുദ്യോഗസ്ഥരുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം അത് നിങ്ങളുടെ ഇൻക്രിമെന്റിനെയോ പ്രൊമോഷനെയോ ബാധിച്ചേക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്ന പൂരക്കാർക്ക് സാമ്പത്തികമായി മികച്ച സമയമാണ്. നാട്ടിലേക്ക് പണം അയക്കാനും പഴയ കടങ്ങൾ വീട്ടി തീർക്കാനും സാധിക്കും. പുതിയ വിസയ്ക്കായി ശ്രമിക്കുന്നവർക്ക് ഏപ്രിൽ 14 ശേഷം നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. പൂരം ശുക്രന്റെ നക്ഷത്രമായതിനാൽ കല, സിനിമ, മാധ്യമം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വലിയ സാമ്പത്തിക കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. വലിയ പ്രോജക്റ്റുകൾ നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന പൂരം നക്ഷത്രക്കാർ ഈ മാസം വളരെയധികം ജാഗ്രത പാലിക്കണം. ചില്ലറ വ്യാപാരത്തിൽ ഏപ്രിൽ ആദ്യവാരം മന്ദഗതിയിലായിരിക്കും. എന്നാൽ വിഷുവിപണി പൂരക്കാർക്ക് വലിയ ലാഭം നൽകും. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന വ്യാപാരികൾക്ക് മികച്ച വിറ്റുവരവ് പ്രതീക്ഷിക്കാം. പങ്കാളിയുമായി സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത പുലർത്തുക. അഷ്ടമശനിയുടെ സ്വാധീനമുള്ളതിനാൽ കണക്കുകളിൽ പിശക് വരാനോ പങ്കാളികൾ തമ്മിൽ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏപ്രിൽ 15 വരെ ഗുണകരമല്ല. എന്നാൽ ദീർഘകാല നിക്ഷേപങ്ങൾ ഗുണം ചെയ്യും. സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസാവസാനം അനുകൂലമാണ്. പഴയ വീടോ വസ്തുവോ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാന്യമായ വില ലഭിക്കാൻ ഏപ്രിൽ 3ാം വാരം വരെ കാത്തിരിക്കേണ്ടി വരും. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർക്ക് വലിയ കമ്മീഷൻ തുകകൾ കൈവരാൻ സാധ്യതയുണ്ട്. തറവാട് സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകാൻ വ്യാഴത്തിന്റെ കൃപ സഹായിക്കും. അഷ്ടമശനിയുടെ കാലമായതിനാൽ പണം വരുന്നതിനേക്കാൾ വേഗത്തിൽ ചിലവാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെയോ സ്വന്തം തന്നെയോ ആരോഗ്യത്തിനായി അപ്രതീക്ഷിതമായി പണം ചെലവാക്കേണ്ടി വരും. ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് സാമ്പത്തിക ആഘാതം കുറയ്ക്കാൻ സഹായിക്കും. പൂരക്കാർ പൊതുവെ ആഡംബര പ്രിയരാണ്. പുതിയ വസ്ത്രങ്ങൾ, വാഹനങ്ങൾ, ഗൃഹാലങ്കാരങ്ങൾ എന്നിവയ്ക്കായി അമിതമായി പണം ചെലവഴിക്കുന്നത് മാസാവസാനം സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കാൻ കാരണമാകും.
വിഷു അവധി പ്രമാണിച്ച് നടത്തുന്ന യാത്രകൾ സാമ്പത്തികമായി ബാധ്യതയാകാതെ നോക്കണം. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സമയമാണിത്. മക്കളുടെ വിവാഹ കാര്യങ്ങൾക്കോ വിദ്യാഭ്യാസത്തിനോ വേണ്ടി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരും. ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ഭാഗത്തു നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും. വീട്ടിലെ മുതിർന്ന വ്യക്തികളുടെ ആരോഗ്യത്തിനായി പണം ചെലവാക്കേണ്ടി വരുന്നത് മാനസികമായ വിഷമം ഉണ്ടാക്കുമെങ്കിലും അത് ഒഴിവാക്കാൻ കഴിയില്ല. മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നത് ഈ മാസം പൂർണ്ണമായും ഒഴിവാക്കുക. പണം കടം നൽകിയാൽ അത് തിരികെ ലഭിക്കാൻ പ്രയാസമായിരിക്കാം. ബാങ്ക് ലോണുകൾക്കായി അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. ചിട്ടി, ലോൺ എന്നിവയിലൂടെ ലഭിക്കുന്ന പണം മറ്റു കാര്യങ്ങൾക്കായി ചിലവാക്കാതെ ലക്ഷ്യമിട്ട കാര്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുക. ഏപ്രിൽ 1 വാരം സാമ്പത്തികമായി സമ്മിശ്ര ഫലമാണ് പ്രതീക്ഷിക്കാവുന്നത്. വരുമാനം ഉണ്ടാവുമെങ്കിലും അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കും. അതിനാൽ ജാഗ്രത പാലിക്കുക. ദൂരയാത്രകൾ ഒഴിവാക്കുക. 2 വാരം വിഷുവിനോടനുബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടും. പുതിയ വസ്ത്രങ്ങളും സമ്മാനങ്ങളും വാങ്ങാൻ പണം ചെലവാകും. 3 വാരം സൂര്യൻ ഉച്ചത്തിൽ വരുന്നതിനാൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മുടങ്ങിക്കിടന്ന പണം കൈവശം വന്നു ചേരും. ആത്മവിശ്വാസം വർദ്ധിക്കും. മാസാവസാനം നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ്. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. പുതിയ സാമ്പത്തിക പ്ലാനുകൾ തയ്യാറാക്കാൻ പറ്റിയ സമയമാണ്. കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പൂരക്കാർക്ക് വിഷുക്കാലം മികച്ച വിളവെടുപ്പിന്റെ സമയമാണ്. നെല്ല്, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യുന്നവർക്ക് വിപണിയിൽ നല്ല വില ലഭിക്കും. റബ്ബർ, തെങ്ങ് കർഷകർക്ക് വിലക്കയറ്റം മൂലം സാമ്പത്തിക നേട്ടമുണ്ടാകും. പുതിയ കൃഷി രീതികൾ പരീക്ഷിക്കാൻ പണം മുടക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. വിദ്യാഭ്യാസത്തിനായി പണം ചെലവാക്കുന്ന മാതാപിതാക്കൾക്ക് പൂരം നക്ഷത്രക്കാരായ മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ വകയുണ്ടാകും. സ്കോളർഷിപ്പുകൾക്കോ വിദ്യാഭ്യാസ വായ്പകൾക്കോ ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന പൂരക്കാർക്ക് വലിയ തുകകൾ ഫീസായി കണ്ടെത്തേണ്ടി വരുമെങ്കിലും അത് ഭാവിയിലേക്കുള്ള നല്ലൊരു നിക്ഷേപമായിരിക്കും. സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങാനും അഷ്ടമശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. പൂരത്തിന്റെ ദേവത ഭഗനാണ്. ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ധാര, കൂവളമാല സമർപ്പണം എന്നിവ നടത്തുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും നെയ്വിളക്ക് കത്തിക്കുന്നതും സാമ്പത്തിക ഐശ്വര്യം നൽകും. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്കോ അശരണർക്കോ അന്നദാനം നടത്തുന്നത് ശനിദോഷം കുറയ്ക്കും. ജോൽസിന്റെ നിർദ്ദേശപ്രകാരം വൈരമോ വെളുത്ത പുഷ്യരാഗമോ ധരിക്കുന്നത് ശുക്രന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും. 2026 ഏപ്രിൽ മാസം പൂരം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വലിയ കുതിച്ചുചാട്ടങ്ങൾക്കും ഒപ്പം ചില വെല്ലുവിളികൾക്കും സാധ്യത നൽകുന്നു. അഷ്ടമശനി നൽകുന്ന തടസ്സങ്ങളെ ലാഭസ്ഥാനത്തെ വ്യാഴത്തിന്റെ കരുത്തുകൊണ്ട് നിങ്ങൾക്ക് മറികടക്കാം. അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കി കൃത്യമായ ബഡ്ജറ്റിലൂടെ നീങ്ങിയാൽ ഈ മാസം സാമ്പത്തികമായി നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. വിഷുക്കണി കാണുന്നതിലൂടെ ലഭിക്കുന്ന പോസിറ്റീവ് എനർജി മാസത്തിലുടനീളം നിലനിർത്താൻ ശ്രമിക്കുക. അപ്രതീക്ഷിത ചെലവുകളെ നേരിടാൻ ഒരു എമർജൻസി ഫണ്ട് കരുതി വെക്കുന്നത് ബുദ്ധിപരമായിരിക്കും. ഭാഗ്യത്തിന്റെ കടാക്ഷം എപ്പോഴും കൂടെയുള്ളവരാണ് പൂരക്കാർ. സൗന്ദര്യവും ബുദ്ധിയും ഒത്തുചേർന്ന ഈ നക്ഷത്രം ആകാശത്തിലെ ഒരു ശുക്ര നക്ഷത്രം പോലെ എന്നും തിളങ്ങി നിൽക്കുന്നു. മൊത്തത്തിൽ നോക്കിയാൽ പൂരക്കാർക്ക് ഈ മാസം സാമ്പത്തിക വളർച്ചയുടെയും സ്ഥിരതയുടെയും കാലഘട്ടമായിരിക്കും.